ലിസബത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എങ്ങനെ നമുക്ക് കട്ട്ലറ്റ് പെട്ടെന്ന് ഷേപ്പ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു അച്ച് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 4000-ഓളം കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാനുള്ള ആദ്യം മിക്സ് തയ്യാറാക്കുകയാണ്. അപ്പോൾ മിക്സ് എല്ലാം തയ്യാറാക്കി ശേഷം പിന്നെ നമ്മൾ ഇത് അടുത്ത സെക്ഷനിലേക്ക് കൊടുക്കും. അപ്പോൾ ഒരു 4-5 പ്രാവശ്യമായിട്ടാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് അത് കൊടുത്തു. അപ്പോൾ അവിടെ ധാരാളം ആൾക്കാരിയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷനിൽ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്യും. ഷേപ്പ് ചെയ്ത കട്ട്ലേറ്റ് അടുത്ത സെക്ഷനിലേക്ക് പോവും. അവിടെ അവർ മുട്ട വെള്ളയിൽ അതൊന്ന് മുക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ബ്രെഡ് ക്രംസിൽ അതൊന്ന് കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷനിൽ പാക്കിംഗ് ആണ്. കാരണം നമ്മൾ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് 2 ആഴ്ച മുന്നേയൊക്കെ നമ്മൾ കട്ട്ലേറ്റ് തയ്യാറാക്കും. അപ്പോൾ ഇത് ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ എപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്നത്, ഫ്രൈ ചെയ്യുന്നത്, ആ സമയത്താണ് നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. പള്ളിയിൽ നമ്മൾ ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കൽ എന്ത് പരിപാടിയാണേലും അതിൽ സഹകരിക്കാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരും കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അച്ചും ഉള്ളതുകൊണ്ട് ഇത്തവണ പെട്ടെന്ന് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ഈ അച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപോലെ ആയിരിക്കും, അതുപോലെ ഒരേ ഷേപ്പായിരിക്കും. പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാനും പറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഈ അച്ച് ശരിക്കും ഇവിടെ തുടങ്ങി വന്നിട്ട് 2 വർഷത്തോളം ആയിട്ടുള്ളൂ കേട്ടോ. അതിന് മുന്നേയൊക്കെ നമ്മൾ കൈവച്ചിട്ട് തന്നെ എല്ലാം ഷേപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരല്ലേ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ പല ഷേപ്പിലിരിക്കും, അതുപോലെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ചിലത് ഒത്തിരി വലുതായിരിക്കും, ചിലത് ചെറുതായിരിക്കും. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് ഇതുപോലെ ഒരു ഉണ്ടെങ്കിൽ. അപ്പോൾ 1 കിലോ 2 കിലോയ്ക്കൊന്നും അച്ച് വേണമെന്നില്ല. ഇതുപോലെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കുമ്പോൾ അച്ചുള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. അച്ച് വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അതൊന്നും കൂടി ഒന്ന് ഷേപ്പാക്കുന്നുണ്ട്. ഈ കട്ട്ലറ്റൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ബോക്സിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു ലെയർ ഫോയിൽ ഇടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട്ലറ്റ് നിരത്തുകയാണ്. അപ്പോൾ അങ്ങനെ കൂടി വന്നാലൊരു 4 ലെയറൊക്കെ നമ്മളിതിൽ കട്ട്ലറ്റ് വയ്ക്കുകയുള്ളൂ. കാരണം ബോക്സ് ഫുള്ള് വയ്ക്കത്തില്ല. കൂടി വന്നാൽ ഒരു 200-250 അതിന് താഴെ നമ്മൾ വയ്ക്കുകയുള്ളൂ. ഓരോ ലെയർ ഇട്ടിട്ടും അതിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് വീണ്ടും നമ്മൾ കട്ട്ലേറ്റ് നിരത്തി ഇങ്ങനെ വയ്ക്കുന്നത്. ലാസ്റ്റ് അത് ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്യും. കവർ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീസറിലിത് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇനി അച്ച് പരിചയപ്പെടുത്താം. ഇതാണ് അച്ച്. ഒരേ സമയം നമുക്ക് 9 കട്ട്ലേറ്റിന് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇതുപോലെ 3 അച്ചാണ് ഇവിടെയുള്ളത്. കട്ട്ലേറ്റിന് മിക്സ് നമ്മൾ ഈ അച്ചിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. കുറച്ചധികം വയ്ക്കാം. അധികം വരുന്ന ആ മിക്സ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയാണ്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അച്ച് പതുക്കെ ഒന്ന് മുകളിലേക്ക് പൊക്കുമ്പോൾ എല്ലാം 9 എണ്ണം നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതിന് ശരിക്കും 3 അച്ചുള്ളതുകൊണ്ട് നമുക്ക് ഇതിന് ഈ സെക്ഷനിൽ 3 പേരുടെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പം മുട്ടവെള്ള മുക്കുന്നതും ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുന്നതും എല്ലാം അവിടെയൊക്കെ 2-3 പേര് വീതമുണ്ട്. എന്നാലാണ് ഇത് ഷേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാക്കി പണികൾ തീർക്കാൻ പറ്റുള്ളൂ. അതുപോലെ പാക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് പേരുണ്ട്.
പള്ളിയിൽ നമ്മൾ ഈ കട്ട്ലേറ്റ് മാത്രമല്ല കേട്ടോ തയ്യാറാക്കുന്നത്, അച്ചാറുകളുണ്ടാകും. പലതരത്തിലുള്ള അച്ചാറുകൾ റെഡിയാക്കും. പിന്നെ പിടി കോഴിക്കറി. അപ്പോൾ അതിനുള്ള പൊടിയെല്ലാം നമ്മൾ നേരത്തെ വറുത്ത് വയ്ക്കും. പിന്നെ കപ്പ ബിരിയാണി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും നമുക്ക് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിന്. അപ്പോൾ ഇതൊക്കെ കുറേ നേരത്തെ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതെല്ലാം നേരത്തെ ചെയ്ത് വയ്ക്കും. പിന്നെ തലേദിവസം എല്ലാം ഫുൾ പണിയായിരിക്കും പള്ളിയിൽ. അപ്പോൾ എല്ലാവരും സഹകരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. എല്ലാവർക്കും അതൊരു സന്തോഷമാണ് ഇങ്ങനെ ജോലി ചെയ്യാൻ പള്ളിയിൽ വരുന്നതും എല്ലാവരും ഒത്തുകൂടുന്നതൊക്കെ. അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു സമയമാണത് പള്ളിയിൽ വരുന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ജോലിയൊക്കെ ചെയ്തു ഇടയ്ക്ക് ടയേർഡാവും. അന്നേരം കാപ്പിയൊക്കെ നമ്മളുണ്ടാക്കി കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഫുഡുണ്ടാവും. അതെല്ലാം നമ്മൾ പള്ളിയിൽ തന്നെ എല്ലാവരും എല്ലാം തയ്യാറാക്കുന്ന കേട്ടോ. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ കട്ട്ലേറ്റ് എല്ലാം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഫ്രീസർ, അതുപോലെ വലിയ ഫ്രീസർ സൗകര്യമുള്ളവരൊക്കെ നമ്മുടെ പള്ളിയിലുണ്ട്. അപ്പോൾ അവരുടെ ഫ്രീസറിലാണ് നമ്മളിത് കൊണ്ടുവയ്ക്കുന്നത്. എപ്പോഴാണ് ഫ്രൈ ചെയ്യേണ്ടത് ആ സമയമാകുമ്പോൾ ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ഫ്രൈ ചെയ്യുന്നത് ഡീപ്പ് ഫ്രയറിലാണ്. അപ്പോൾ അങ്ങനെ ഡീപ്പ് ഫ്രയർ ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പൊട്ടത്തില്ല, എല്ലാം നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും. അപ്പം നമ്മൾ വേറെ പാത്രത്തിൽ നമ്മൾ ചീനിച്ചട്ടി പോലെയുള്ള പാത്രങ്ങളിൽ ഓയിലിട്ട് വറക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഒന്നിച്ച് കുറേയൊക്കെ ഇട്ട് വറക്കുമ്പം പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പം ഡീപ്പ് ഫ്രയർ എപ്പോഴും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അച്ചിയാൻ ഒന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ടൊന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കൈ പിടിക്കാനായിട്ടൊരു പിടിയുണ്ട്. പിന്നെ 9 കട്ട്ലേറ്റ് ഒരേ സമയം ഉണ്ടാക്കത്തക്കവണ്ണമാണ്. ഇത് ഓവൽ ഷേപ്പിലുള്ള കട്ട്ലേറ്റായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ആ രീതിയിലും നമുക്ക് ഈ അച്ച് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പണിയൊക്കെ ഏകദേശം ഇവിടെ തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒത്തിരി കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നവർ ഇതുപോലെയുള്ള അച്ചൊക്കെ ഒന്ന് പണിയിപ്പിച്ചാൽ നന്നായിരിക്കും. ഓരോ ബോക്സ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് നമ്മൾ ഫ്രീസറുള്ള വണ്ടി റെഡിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ആ വണ്ടിയിലേക്കാണ് നമ്മളിത് ഓരോന്നായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഫൈനൽ പാക്കിങ്ങാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ വണ്ടിയിൽ നിന്നാണ് പിന്നെ ഫ്രീസറിലേക്ക് കൊണ്ടുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.